ഹായ് ഹലോ ഏഞ്ചൽ ഓയിസിലേക്ക് സ്വാഗതം. 2025 എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ എൻ്റെ വ്യൂസ് ആഗ്രഹിക്കുന്ന വ്യക്തികളുമായിട്ട് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ എന്താണ് എൻ്റെ വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്താണ് റിലേഷൻഷിപ്പിൽ സംഭവിച്ചത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, ഓവറോൾ എനർജി വന്നിരിക്കുന്നത് 9 ഓഫ് പെൻറ്റിക്കിൾ. ഇവിടെ ജസ്റ്റിസ് വന്നിരിക്കുന്നു. ചില നിയമസാധ്യതകൾ നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായതായി കാണുന്നു. ഓക്കെ, കോടതി കേസുകളോ മറ്റോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പെട്ടതായി കാണുന്നു. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 9, 12, 3, 22, 9, 2, 10, 1, 4. ഈ ഡേറ്റോ ഈ മന്തോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ റെസനേറ്റ് ആകുന്നോ എന്ന് നോക്കുക. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ലൈഫിൽ എന്തുകൊണ്ടാണ് ഇവിടെ ഹെർമിറ്റിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ റിലേഷന് ഹെൽത്ത് കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു. എന്തുകൊണ്ടാണ് ഹെൽത്ത് കുറഞ്ഞു വന്നത്? നിങ്ങളുടെ ഇടയിൽ ചില വ്യക്തികൾ ഇടപെട്ട് നിങ്ങൾക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടായതായി കാണുന്നു. ഒരു വ്യക്തിയല്ല, ഒന്നിലധികം വ്യക്തികൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഗ്രോത്തിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട്, ഇവിടെ ഗ്രോത്ത് ആണ് കാണുന്നത്, 8 ഓഫ് വാണ്ട്. ഓക്കെ, ഈ ഗ്രോത്തിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് പല വ്യക്തികളും ഇടപെട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഹെർമിറ്റ് അതിനെ ക്ഷീണിതപ്പെടുത്തി കൊണ്ടുവന്നിരിക്കുന്ന ഒരു എനർജിയിലേക്ക് വന്നു. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ ഹാങ്ഡ് മാൻ വന്നത്? ഹെർമിറ്റിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ നല്ല രീതിയിൽ മാനസികമായി തകർന്നു ഒറ്റപ്പെട്ട അവസ്ഥകൾ വന്നു. ഇവിടെ 2 വ്യക്തികളും ഒറ്റപ്പെട്ടു പോയി എന്നുള്ളതാണ്. ശാരീരികമായി മാത്രമല്ല മാനസികമായും ഒറ്റപ്പെട്ടു പോയ അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ 2 പേർക്കും എന്താ ചെയ്യേണ്ടത്, ഇനി മുന്നോട്ട് എന്താണ് എന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ എല്ലാം യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തിരിക്കുന്ന ഒരു എനർജി 2 വ്യക്തികളിലും കാണുന്നുണ്ട്. ഓക്കെ, കാരണം ഒരുപാട് ഗ്രോത്തും സന്തോഷവും ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് ആയിരുന്നു നിങ്ങളുടേത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിലെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള ഒരു വ്യക്തികളായിരുന്നു നിങ്ങൾ. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 6 ഓഫ് പെൻറ്റിക്കിൾ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാർമികമായിട്ടുള്ള വ്യക്തികൾ കടന്നു വന്നതായി കാണുന്നു. ഓക്കെ, കാർമികമായിട്ടുള്ള വ്യക്തികൾ കടന്നു വന്ന് നിങ്ങളുടെ പേഴ്സൻ്റെയോ ലൈഫിലേക്ക് കടന്നു വന്നിട്ട് അവരെ ഭ്രമിപ്പിച്ചു. ഓക്കെ, അവർക്ക് ഭ്രമം വരുത്തി ഏത് വേണം, ഏതാണ് നല്ലത് എന്ന് അറിയാൻ കഴിയാത്ത വണ്ണം ചില സാമ്പത്തികമായിട്ടോ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങളോ നൽകിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിൽ നിന്നും ആ ഒരു തേർഡ് പാർട്ടിയിലേക്ക്, ഒരു തേർഡ് പേഴ്സണിലേക്ക് കൊണ്ടുപോകുന്നതിന് കാരണമായി. അതൊരു കാർമിക് സിറ്റുവേഷൻ ആയിരുന്നു. കാർമിക് വ്യക്തിയാണ്. ഒന്നുകിൽ നിങ്ങളെ വേദനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വന്ന വ്യക്തി, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്തോ കർമ്മ നൽകാൻ പോകുന്നതിന് വേണ്ടിയിട്ട് വന്ന വ്യക്തിയാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഉള്ളതായിട്ടുള്ള ചില കാർമിക് വ്യക്തികൾ. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ എംപററിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എംപററിൻ്റെ കാർഡ് പിന്നീട് നിങ്ങളിൽ ഈ കാർമിക് വ്യക്തി വന്നതിന് ശേഷം നിങ്ങളുടെ ഇടയിൽ സ്ഥിരമായിട്ട് അടിയും വഴക്കും പ്രശ്നങ്ങളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ വഴക്കും പ്രശ്നങ്ങളും കാരണം എന്നും ഉണ്ടാകുന്ന വഴക്കും പ്രശ്നങ്ങളും ഇഗ്നോറിങ്ങും കാരണം നിങ്ങൾ മാനസികമായും തകർന്നു. ഓക്കെ, തകർന്നിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്നും നിങ്ങളുടെ ലൈഫിൽ നിന്നും അവരോ മൂവ് ഓൺ ചെയ്ത് പോയിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം കാർമിക്കായിട്ട് വന്നത് നിങ്ങളെ വേദനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്ക് ഒരു തേർഡ് പേഴ്സൺ വന്നിരിക്കുന്നത്. അത് ആരുമാകാം, ഫ്രണ്ടാകാം, ഫാമിലിയിൽ നിന്ന് തന്നെയാകാം,
കാർമിക് സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, വർഷങ്ങളായിട്ട് അവരോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയായിരിക്കാം, പക്ഷേ ആ ഒരു സമയത്തൊന്നും കാർമിക് സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. വീൽ ഓഫ് ഫോർച്യൂൺ വന്നിരിക്കുന്നു. ചിലപ്പം ഒരു പക്ഷേ അവരുടെ ഫാമിലി ആയിരിക്കാം, പേരൻസ് ആയിരിക്കാം, വർഷങ്ങളായിട്ട് അവരോടൊപ്പം ഉള്ള വ്യക്തിയാണ്. അപ്പം സമയമായപ്പോൾ അവരുടെ കാർമിക് സൈക്കിൾ സ്റ്റാർട്ടായി. ആ കാർമിക് സൈക്കിൾ സ്റ്റാർട്ടായപ്പോൾ നിങ്ങൾക്കെതിരായി അവർ പ്രവർത്തിക്കാൻ തുടങ്ങിയത് എന്തിനാണ്? നിങ്ങളെ വേദനിപ്പിക്കുകയും നിങ്ങളെ മൂവ് ഓൺ ചെയ്യുന്നതിന്, എത്രയും പെട്ടെന്ന് തന്നെ ആ ലൈഫിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതിന് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത് നടക്കേണ്ടതായിട്ടുള്ളൊരു സംഭവമായതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ചില സിറ്റുവേഷനിൽ കൂടി നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് ഉണ്ട്. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അടുത്തത് വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിരിക്കുന്നത്? വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങളെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കണം. വീണ്ടും വന്നിരിക്കുന്നു സെയിം എംപററിൻ്റെ കാർഡാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും ചില വാക്കുകൾ കൊണ്ട് നിങ്ങൾ ഈ കർമ്മപഥത്തിൽ കൂടി കടന്നു പോകേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഈ ഡിപ്രഷനിൽ കൂടി കടന്നു പോകേണ്ടതായിട്ടുണ്ട്. എന്തെന്നാൽ നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ സ്ട്രെങ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ചില പാതകളിലൂടെ അല്ലെങ്കിൽ ചില സിറ്റുവേഷനിൽ കൂടി നമ്മളെ കടത്തിവിടുന്നത്. അപ്പോൾ സ്ട്രെങ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള സമയത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്നും, നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിച്ചുകൊണ്ടിരുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്നും വളരെ ക്രൂരമായിട്ടുള്ള വേദനകൾ നിങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അടുത്തത് വന്നിരിക്കുന്നത് 2 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഡെത്ത് ആൻഡ് റീബർത്ത്. ഇവിടെ ജസ്റ്റിസ് ഇവിടെ ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്, ഇവിടെ ഡെത്ത് ആൻഡ് റീബർത്ത് വന്നിട്ടുണ്ട്, ഇവിടെ 2 ഓഫ് കപ്പ് വന്നിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള വ്യക്തികളാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു. കഴിഞ്ഞ ജന്മത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ച വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചിരുന്ന വ്യക്തികൾ പരസ്പരം ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ട് പോയതിൻ്റെ കടം തീർക്കുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും റീബർത്ത് ആയിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും രീതിയിൽ പെയിൻ സിറ്റുവേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും റീയൂണിയൻ ഉണ്ടാകുന്നതായി കാണുന്നു. ഓക്കെ, കഴിഞ്ഞ ജന്മത്തിൽ നടന്നത് ഈ ജന്മത്തിൽ തന്നെ 2 സിറ്റുവേഷനിലായിട്ട് നടക്കുന്നു. നിങ്ങളോടൊപ്പം വളരെ സ്നേഹമായിട്ട് വന്നു, അതിനെ ഡെത്ത് കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും റീബർത്ത് ഉണ്ടാകുന്നു. 2 ഓഫ് കപ്പ്, വീണ്ടും നിങ്ങൾ ഒരുമിക്കും എന്നാണ് ഇവിടെ കാർഡ് പറയുന്നത്. ഓക്കെ, ഓവറോൾ എനർജി വന്നിരിക്കുന്നത് 9 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മിസ്സ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തേർഡ് പാർട്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, സാമ്പത്തിക കാര്യങ്ങളോ എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലുകൾ വന്ന് നിങ്ങൾ പരസ്പരം എന്തെങ്കിലും രീതിയിൽ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കാർമിക്കായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നതിന് വേണ്ടി മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിയിൽ നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളിലേക്ക് കടന്നു വരണമെന്നും നിങ്ങൾക്ക് ഓഫർ തരണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കാർമിക് സിറ്റുവേഷൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടമാണെങ്കിലും ഓഫർ തരണമെന്ന് അവർ ചിന്തിക്കുന്നെങ്കിലും കാർമിക് സിറ്റുവേഷൻ പൂർത്തിയാകാത്ത സമയത്തോളം നിങ്ങളുടെ കോളും മെസ്സേജ് അവർ സ്വീകരിക്കുന്നതല്ല, നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്നതായിട്ടുള്ള എനർജി. ഓക്കെ, അപ്പം ഇതിലൊരു മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് നോക്കാം. പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിന് ഈ ഒരു റിലേഷൻഷിപ്പ് കാർമിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ ഒരു മാറ്റം സംഭവിക്കുമോ? പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. കേട്ട് മീ മദർ യൂണിവേഴ്സ്. 8 ഓഫ് സോഡിൻ്റെ എനർജി, 2 ഓഫ് പെൻറ്റിക്കിൾ, നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾ, ക്യൂൻ ഓഫ് സോഡ്. ഓക്കെ, ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ദ ലവേഴ്സിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രണയം നിങ്ങളിലേക്ക് തന്നെ വന്നെത്തും. കാർമിക്കായിട്ട് നിങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങളുടെ പേഴ്സൺ പോയതാണ് എങ്കിൽ പോലും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ 8 ഓഫ് സോഡ് വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 8, 2, 6, 12, 3, 13, 4. ഓക്കെ, പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 8 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 8 ഓഫ് സോഡ് വന്നിരിക്കുന്നത്?
ക്യൂൻ ഓഫ് സോഡ്. ഓക്കെ, ഈഗോയാണ് നിൽക്കുന്നത്. ഈ സമയത്ത് ഒരാൾക്ക് ഈഗോയും ഒരാൾക്ക് അനങ്ങാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ ബ്ലോക്കേജുമാണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങളെ ബ്ലോക്കേജ് ചെയ്തിരിക്കുകയും മറ്റൊരാൾ ഈഗോയുടെ മുകളിൽ നിൽക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പം ഇപ്പോഴും കാർമിക് സിറ്റുവേഷൻ അതുപോലെ നിൽക്കുന്നത് കൊണ്ടാണ് ഇത് നിൽക്കുന്നത്. ഓക്കെ, ഈ കാർമിക് സിറ്റുവേഷൻ അവസാനിക്കുന്നത് വരെ, എല്ലാവർക്കും അവസാനിച്ച് കാണില്ല, അവസാനിക്കുന്നത് വരെയും നിങ്ങൾ ഇങ്ങനെ തന്നെ തുടരേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി തന്നെ നിൽക്കുക. 2 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ജഗിൾ ചെയ്യുന്ന അവസ്ഥയിലാണ് പോകുന്നത്. ഒരുപാട് സ്നേഹമുണ്ട്. കാരണം നിങ്ങൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ലവേഴ്സ് കാർഡ് വന്നിരിക്കുന്നു. പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള ട്വിൻ ഫ്ലെയിമിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ അവർ തന്നെയാണ് വേദനിക്കുന്നത്. ഓക്കെ, എന്നിട്ടും അവരുടെ മനസ്സ് ജഗിൾ ചെയ്യുകയാണ്. നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്യുമ്പോഴും അവരുടെ ഹൃദയമാണ് ഒരുപാട് വേദനിക്കുന്നത്. നിങ്ങൾ വേദനിക്കുന്നത് പോലെ തന്നെ അവർക്കും വേദനിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റിക്കിളാണ് വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾ സമയം, വീൽ ഓഫ് ഫോർച്യൂൺ വീണ്ടും വന്നിരിക്കുന്നു. കാലചക്രം നിങ്ങൾക്ക് അനുകൂലമായി വരുമ്പോൾ, കർമ്മ നിങ്ങൾക്ക് അനുകൂലമായി വരുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ, നേരത്തെയും വീൽ ഓഫ് ഫോർച്യൂൺ വന്നിരുന്നു, ഇപ്പോഴും വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മ നിങ്ങൾക്ക് വരുമ്പോൾ, കാർമിക് സിറ്റുവേഷൻ നിങ്ങളുടെ വഴിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ എത്തും എന്നുള്ളതാണ്. അതുവരെ നിങ്ങൾ മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. നെഗറ്റീവ് വാക്കുകൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നെഗറ്റീവ് കർമ്മയായിരിക്കും ലഭിക്കുന്നത്. ഓക്കെ, ക്യൂൻ ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. തളർന്നു പോകാതെ യൂണിവേഴ്സിൽ തന്നെ ആശ്രയിക്കുക. നിങ്ങൾക്ക് ഓഫർ വരുന്നതാണ്. ഓക്കെ, ക്യൂൻ ഓഫ് സോഡ് എന്ന് പറയുമ്പോഴത്തേക്കും മനോധൈര്യം വിട്ടുകളയാതെ, തകർന്നു പോകാതെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു, ദ വേൾഡിൻ്റെ കാർഡാണ്, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് തന്നെ യൂണിവേഴ്സ് കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ ഓഫറുമായി വരും. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത്, ഫസ്റ്റ് എടുത്ത കാർഡ് ജഡ്ജിമെൻ്റ് ആണ് വന്നിരിക്കുന്നത്. ജഡ്ജിമെൻറ്റ്, നിങ്ങളുടെ കാർമികമായിട്ടുള്ള സിറ്റുവേഷൻ പൂർത്തിയാകുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും. വളരെ പ്രണയത്തോടു കൂടി തന്നെ വരും. അതുവരെ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുവാൻ യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി നിങ്ങൾ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ചെയ്യുവാനും മറന്നു പോകരുത്. നിങ്ങൾ ബെല്ലൈക്കൺ ചെയ്യുന്നെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ മറ്റുള്ളവർ കണ്ട് ആ എനർജി മുഴുവനും കളഞ്ഞതിന് ശേഷമായിരിക്കും വീഡിയോസ് നിങ്ങളുടെ കയ്യിൽ എത്തുന്നത്. ആദ്യം വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബെല്ലൈക്കൺ കൂടി ചെയ്യുക. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.